ഞാൻ ഷിലാൽ KG, ദ മലയാളി പോഡ്കാസ്റ്റിൻ്റെ ഹോസ്റ്റാണ്. സെപ്റ്റംബർ 30 ഇൻ്റർനാഷണൽ പോഡ്കാസ്റ്റ് ദിനം. എന്നെ സംബന്ധിച്ച് അത് വളരെ വളരെ പ്രിയപ്പെട്ട ഒരു ദിവസമാണ്. കാരണം 2020 ജൂലൈ, ഏകദേശം 5 വർഷങ്ങൾക്ക് മുന്നെയാണ് ഞാൻ ദ മലയാളി പോഡ്കാസ്റ്റ് തുടങ്ങിയത്. ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് പോഡ്കാസ്റ്റിംഗ് എങ്ങനെ മാർക്കറ്റിങ്ങിന് ഉപയോഗിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ടെക്നിക്കൽ വശങ്ങൾ എന്താണ് എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ അന്ന് ദ മലയാളി പോഡ്കാസ്റ്റ് ആരംഭിച്ചത്. ഞാനൊരു ക്രിയേറ്റീവ് പേഴ്സണൊന്നുമല്ല, പക്ഷേ എൻ്റെ ഈ ഒരു 5 വർഷ ജേണിയിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുകയും അല്ലെങ്കിൽ അതെൻ്റെ ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഞാനൊരു ക്രിയേറ്ററൊന്നും അല്ലായിരുന്നു, പക്ഷേ എൻ്റെ കയ്യിൽ അന്നൊരു മൈക്ക് പോലും എടുക്കാനുണ്ടായിരുന്നില്ല. ബട്ട് ഞാൻ അങ്ങോട്ട് തുടങ്ങി. എൻ്റെ ആദ്യ എപ്പിസോഡ് കേട്ടത് എൻ്റെ 2 ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു. പക്ഷേ ദിനം പ്രതി ഞാനെന്ന ഒരു ക്രിയേറ്റർ, അല്ലെങ്കിൽ ഇതെങ്ങനെ പ്രസൻറ്റ് ചെയ്യാം, അത്തരം സ്കിൽസ് ഡെവലപ്പായി എങ്ങനെ ആളുകളിലേക്ക് മാർക്കറ്റ് ചെയ്യാം, അതെല്ലാം പയ്യെ പയ്യെ കാര്യങ്ങൾ എന്നിലേക്ക് എത്തി. ഓരോ എപ്പിസോഡ് ചെയ്യുമ്പോഴും പല രീതിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യാറുണ്ട്, പല പുസ്തകങ്ങൾ നമ്മൾ വായിക്കാറുണ്ട്, പല പോഡ്കാസ്റ്റുകൾ നമ്മൾ കേട്ട് ഇൻസ്പയർ ആവാറുണ്ട്. ചില സമയങ്ങളിൽ പോഡ്കാസ്റ്റിന് വേണ്ടി പല രീതിയിൽ ഞാൻ ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുന്നതിലൂടെ ഞാനെന്ന വ്യക്തിയിൽ ഒരുപാട് ഗ്രോത്ത് സംഭവിച്ചിട്ടുണ്ട്. പലരും എന്നോട് ചോദിച്ചൊരു ചോദ്യമായിരുന്നു, ഈ പോഡ്കാസ്റ്റ് കൊണ്ട് നിനക്ക് എന്താണ് ഗുണം കിട്ടിയത്, അല്ലെങ്കിൽ എന്ത് മാറ്റമാണ് സംഭവിച്ചത്? എനിക്ക് എന്നെ തന്നെ തിരിച്ചറിയാൻ പോഡ്കാസ്റ്റിങ്ങിലൂടെ സഹായിച്ചിട്ടുണ്ട്. സ്വയം അറിയാൻ നമ്മളോട് തന്നെ നമ്മൾ സംസാരിക്കണം, അല്ലേ? നമ്മൾ പലപ്പോഴും സുഹൃത്തുക്കൾക്ക് വേണ്ടി സംസാരിക്കാറുണ്ട്. പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നത് നമ്മുടെ ഒരു കാര്യമാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ സ്വയം കണ്ടെത്തണം. നമുക്ക് എന്താണ് വേണ്ടത്, നമ്മുടെ സ്കിൽസ് എന്താണ്, നമ്മൾ ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണോ ജീവിതത്തിൽ ചെയ്യുന്നത്, അത്തരം കാര്യങ്ങൾ നമ്മളെ കൊണ്ട് മനസ്സിലാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് കുറേ കൂടി ഈസി ആയിരിക്കുള്ളൂ. ഈ ഒരു ഇൻ്റർനാഷണൽ പോഡ്കാസ്റ്റ് ദിനത്തിൽ എൻ്റെ പോഡ്കാസ്റ്റ് കേട്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. പോഡ്കാസ്റ്റ് കേൾക്കുന്നതും അല്ലെങ്കിൽ പോഡ്കാസ്റ്റ് ചെയ്യുന്നവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഇൻ്റർനാഷണൽ പോഡ്കാസ്റ്റ് ദിനാശംസകൾ.